ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കുടുംബത്തിനകത്ത് പലപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള വളരെ അതിലോലമായ ഒരു വിഷയമാണ്. ഒരു കൗമാരക്കാരിയുടെ കഴിവും കുടുംബത്തിന്റെ പ്രതീക്ഷകളും പിന്നെ അവളുടെ വ്യക്തിപരമായ അവകാശങ്ങളും തമ്മിലുള്ളൊരു സംഘർഷം. അതെ, പാചകത്തിൽ ഒരു പ്രത്യേക കഴിവ് തന്നെയുള്ള ഒരു 15 വയസ്സുകാരി. അവളെ ക്ഷണിച്ചിട്ടില്ലാത്ത ഒരു ക്രിസ്മസ് വിരുന്നിനു വേണ്ടി മാത്രം ഭക്ഷണം തയ്യാറാക്കാൻ കുടുംബം ആവശ്യപ്പെടുന്നു. ഈ സംഭവം ഇത് കേവലം ഒരു വിരുന്നിൽ നിന്ന് ഒഴിവാക്കിയതിൻ്റെ ഒരു പരിഭവമല്ല. അതിനുമപ്പുറത്ത് ഒരു വ്യക്തിയുടെ അധ്വാനത്തെയും കഴിവിനെയും വില കുറച്ച് കാണുന്നതിൻ്റെ ആഴത്തിലുള്ളൊരു പ്രശ്നം ഇതിലുണ്ട്. നമ്മൾ മനഃശാസ്ത്രത്തിൽ ഇമോഷണൽ ലേബർ എന്നു പറയുന്നൊരു സംഗതിയുണ്ടല്ലോ. അതായത് മറ്റുള്ളവരുടെ സന്തോഷത്തിനും സൗകര്യത്തിനും വേണ്ടി സ്വന്തം വികാരങ്ങളെ നിയന്ത്രിച്ച് ചെയ്യുന്നൊരു ജോലി. ഇവിടെ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പാചകം എന്നത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളൊരു മാർഗമാണ്. ലേഖനത്തിൽ അവൾ തന്നെ അതിനെ എന്റെ സ്നേഹഭാഷ എന്നു പറയുന്നുണ്ട്. അവളുടെ ഈ സ്നേഹപ്രകടനത്തെയാണ് കുടുംബം ഒരു സേവനമായി മാത്രം കണ്ട് ഒരു വൈകാരിക പരിഗണനയുമില്ലാതെ ഉപയോഗിക്കുന്നത്. ഇതിനെ നമുക്ക് പാരന്റിഫിക്കേഷൻ എന്നൊരവസ്ഥയുമായിട്ട് കൂടെ താരതമ്യം ചെയ്യാം. അതായത് ഒരു കുട്ടിയെ അവരുടെ പ്രായത്തിന് ചേരാത്ത ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നൊരവസ്ഥ. വിരുന്നിന് ഭക്ഷണം പാകം ചെയ്യാൻ മാത്രം അവൾക്ക് പക്വതയുണ്ട്, എന്നാൽ അതേ വിരുന്നിന് പങ്കെടുക്കാൻ പക്വതയില്ല. ത്തിന്റെ എല്ലാ വാതിലുകളും അടയ്ക്കുകയാണ്. അതുകൊണ്ട് ആ വിരുന്നിനായി ഭക്ഷണമുണ്ടാക്കില്ലെന്നും തന്നെ വിലമതിക്കുന്ന അച്ഛന്റെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നുവെന്നുള്ള അവളുടെ തീരുമാനം, അത് വൈകാരികമായ ചൂഷണത്തിനെതിരെയുള്ള ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള തികച്ചും ന്യായമായ ഒരു നിലപാടാണ്. നിങ്ങൾ ഉപയോഗിച്ച ആ മനഃശാസ്ത്രപരമായ ആശയങ്ങൾ അതൊക്കെ വളരെ പ്രസക്തമാണ്. എന്നാൽ ഞാനിതിനെ സമീപിക്കുന്നത് ഒരു രക്ഷാകർതൃത്വത്തിന്റെ കുറച്ചുകൂടി പ്രായോഗികമായ തലത്തിൽ നിന്നുകൊണ്ടാണ്. ഒരു രക്ഷകർത്താവിന്റെ, പ്രത്യേകിച്ചും ഒരു കൗമാരക്കാരിയുടെ അമ്മയുടെ പ്രധാന ഉത്തരവാദിത്തം എന്താണ്? കുട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കുകയെന്നതാണല്ലോ. മുതിർന്നവരുടെ പാർട്ടിക്ക് വേണ്ട പക്വതയായിട്ടില്ല എന്ന അമ്മയുടെ വിലയിരുത്തലിന് പിന്നിൽ ഒരുപക്ഷേ നമുക്കൊറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ ആ പാർട്ടിയുടെ സാഹചര്യം, സമയം, അല്ലെങ്കിൽ അവിടെ പങ്കെടുക്കുന്ന മറ്റുള്ളവർ ഇതൊക്കെ ഒരു 15കാരിക്ക് യോജിച്ചതല്ലെന്ന് അവർ ആത്മാർത്ഥമായി വിശ്വസിച്ചിട്ടുണ്ടാവാം. ഇവിടെ അമ്മയുടെ ആ ഒരു ആശയവിനിമയ രീതി പാളിപ്പോയി എന്നതിൽ എനിക്ക് ഒരു സംശയവുമില്ല. അതിനെ നമുക്ക് അതോറിറ്റേറിയൻ പാരന്റിംഗ് എന്ന് തന്നെ വിളിക്കാം. ചോദ്യം ചെയ്യലുകൾക്ക് സ്ഥാനമില്ല, നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുക മാത്രം. അത് തെറ്റാണ്. പക്ഷേ അതിനു പിന്നിലെ ഉദ്ദേശശുദ്ധിയെ നമുക്ക് പൂർണ്ണമായി അങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ? ഞാൻ അമ്മയാണ്, അത് മതി എന്നാ കർശനമായ പ്രയോഗം ഒരു പക്ഷേ കൂടുതൽ തർക്കങ്ങളിലേക്ക് പോകാതെ മകളെ സംരക്ഷിക്കാനുള്ള ഒരു എളുപ്പവഴിയായി അവർ കണ്ടതാവാം. പെൺകുട്ടിയുടെ പ്രതികരണം അവളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ശരിയായിരിക്കാം. പക്ഷേ അത് ആ കുടുംബത്തിന്റെ ക്രിസ്മസ് ആഘോഷം തന്നെ ഒരു തരത്തിൽ ഇല്ലാതാക്കി. ഒരു തുറന്ന ചർച്ചയിലൂടെ പരിഹരിക്കാമായിരുന്ന ഒരു പ്രശ്നം ഒരു കുടുംബ പ്രതിസന്ധിയായി വളർന്നത് അവളുടെ ആ ഒരു വൈകാരികമായ പ്രതികരണം മൂലമാണെന്ന് ഞാൻ പറയും. നിങ്ങൾ ആശയവിനിമയത്തിലെ പാളിച്ചാറതെന്ന് പറയുമ്പോൾ അതൊരു വളരെ നിസ്സാരമായ പിഴവായി മാറുകയാണ്. പക്ഷേ അവളെ ആ വിരുന്നിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കിയ ആ നിമിഷം തന്നെ അത് ചൂഷണമായില്ലേ? അവളുടെ സേവനം വേണം, എന്നാൽ അവളുടെ സാന്നിധ്യം വേണ്ട. ഇതൊരു സന്ദേശമാണ്. ഇവിടെ റെസിപ്രോസിറ്റി എന്ന് നമ്മൾ പറയുന്ന തത്വം, അതായത് കൊടുക്കൽ വാങ്ങലുകളിലെ ഒരു തുല്യത, അത് ലംഘിക്കപ്പെടുന്നുണ്ട്. കുടുംബം അവളുടെ അധ്വാനം വാങ്ങുന്നു, പക്ഷെ തിരികെ ബഹുമാനവും പങ്കാളിത്തവും കൊടുക്കുന്നില്ല. ഇതിനെങ്ങനെയാണ് വെറുമൊരു കുടുംബപരമായ പങ്കാളിത്തമെന്ന് വിളിക്കാൻ സാധിക്കുക? വൈകാരികമായ തലം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഒരു കുടുംബത്തിനകത്ത് ഉത്തരവാദിത്തങ്ങൾ പങ്കുവെക്കുന്നതിനെയെല്ലാം നമുക്ക് ആ ഒരു ഗണത്തിൽ പെടുത്താൻ സാധിക്കുമോ? പാചകത്തിൽ അവൾക്ക് പ്രത്യേക താൽപ്പര്യവും കഴിവും ഉള്ളതുകൊണ്ട് ആ ഉത്തരവാദിത്തം അവൾക്ക് നൽകി. വിരുന്നിൽ നിന്നൊഴിവാക്കിയത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. ആ രീതി വേദനാജനകമായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാലും ആ തീരുമാനത്തിനു പിന്നിലെ സംരക്ഷണം എന്ന ഘടകത്തെ നാം കാണാതിരുന്നുകൂടാ. അവരൊരുപക്ഷെ ചിന്തിച്ചതിങ്ങനെയാവാം: അവൾക്ക് പാചകം ഇഷ്ടമാണല്ലോ, അവൾ സന്തോഷത്തോടെ അത് ചെയ്യും. അതേസമയം മുതിർന്നവരുടെ പാർട്ടിയിൽ നിന്ന് അവളെ മാറ്റി നിർത്തുന്നതിലൂടെ ഞങ്ങൾ അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് 2 വ്യത്യസ്ത തീരുമാനങ്ങളായിട്ടാവാം അവർ കണ്ടത്. അതിലെ വൈരുദ്ധ്യം അവർക്ക് മനസ്സിലായി കാണില്ല. ഇതിനെ മുൻകൂട്ടി പദ്ധതിയിട്ടൊരു ചൂഷണമെന്ന് വിളിക്കുന്നത് അല്പം കടന്നുകയ്യല്ലേ?
ആ വാദത്തിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അവളുടെ അതേ പ്രായത്തിലുള്ള മറ്റു കസിൻസിനെ ആ വിരുന്നിന് ക്ഷണിച്ചിരുന്നു എന്ന്. ഓ, അത് ശരിയാണല്ലോ. അതോടെ പക്വതയില്ല, സംരക്ഷണം എന്നീ വാദങ്ങളെല്ലാം പൊളിയുകയില്ലേ? ഇത് കേവലം ഒരു തെറ്റിദ്ധാരണയല്ല. ഇത് സൗകര്യപൂർവ്വം അവളെ ഒരു ജോലിക്കാരിയുടെ സ്ഥാനത്തേക്ക് താഴ്ത്തുന്നതിന് തുല്യമാണ്. കുടുംബത്തിനുള്ളിൽ തന്നെ ഒരു അധികാരശ്രേണി ഉണ്ടാക്കുകയും അതിൽ അവളെ താഴെത്തട്ടിൽ നിർത്തുകയുമാണ് ചെയ്യുന്നത്. അവൾ സ്വയം സിൻഡ്രല്ലയോട് ഉപമിച്ചത് എത്ര കൃത്യമാണെന്ന് നോക്കൂ. അടുക്കളയിൽ ജോലി ചെയ്യാൻ കൊള്ളാം, പക്ഷേ പന്തിയിലിരിക്കാൻ കൊള്ളില്ല. ഇതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. നിങ്ങൾ പറയുന്നതുപോലെ അവർക്കതിലെ വൈരുദ്ധ്യം മനസ്സിലായില്ലെങ്കിൽ പോലും ആ മനസ്സിലാക്കൽ ഇല്ലായ്മ തന്നെയാണ് ഇവിടത്തെ യഥാർത്ഥ പ്രശ്നം. അത് അവളുടെ വ്യക്തിത്വത്തെ അസാധുവാക്കുന്നു. ആ സിൻഡ്രല്ല ഉപമ വൈകാരികമായി വളരെ ശക്തമാണ്, പക്ഷേ യാഥാർത്ഥ്യത്തിൽ നിന്ന് അല്പം അതിശയോക്തിപരവുമാണ്. ക്ഷണിക്കപ്പെട്ട കസിൻസിന്റെ മാതാപിതാക്കൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരുപക്ഷെ വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കാം ഉണ്ടായിരുന്നത്. എല്ലാ മാതാപിതാക്കളും ഒരേ രീതിയിലല്ലല്ലോ തങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനങ്ങളെടുക്കുന്നത്. ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് മാത്രം തന്റെ മകളുടെ കാര്യത്തിൽ കൂടുതൽ ആശങ്കയുണ്ടായിരിക്കാം. ഒരുപക്ഷെ അവർക്ക് മാത്രം അറിയാവുന്ന എന്തെങ്കിലും കാരണങ്ങൾ ആ പാർട്ടിയിൽ നിന്ന് മകളെ മാറ്റി നിർത്താൻ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം. ഇതിനെ ഒരൊറ്റപ്പെട്ട സംഭവമായി കാണുന്നതിന് പകരം ആ അമ്മയുടെ ഒരു പൊതുവായ രക്ഷാകർതൃ ശൈലിയുടെ ഭാഗമായി കാണണം. ഒരുപക്ഷെ അവർ എപ്പോഴും ഇങ്ങനെയുള്ളൊരു ഓവർ പ്രൊട്ടക്റ്റീവ് അമ്മയായിരിക്കാം. അവരുടെ കാഴ്ചപ്പാടിൽ അതൊരു സംരക്ഷണ നടപടിയായിരുന്നു, അത്രമാത്രം. ആ സംരക്ഷണം എന്ന വാദത്തിലേക്ക് വരുമ്പോഴാണ് അമ്മയുടെ അധികാരപ്രയോഗത്തെക്കുറിച്ച് നമ്മൾ ഗൗരവമായി സംസാരിക്കേണ്ടി വരുന്നത്. ഞാൻ അമ്മയാണ്, അത് മതി എന്ന വാദം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ആ അതോറിറ്റേറിയൻ ശൈലിയുടെ കാതലാണ്. ഇത് സംരക്ഷണമല്ല, ഇത് അടിച്ചമർത്തലാണ്. കൗമാരപ്രായമെന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ വ്യക്തിത്വം രൂപപ്പെടുന്ന സമയമാണ്. സ്വന്തമായ അഭിപ്രായങ്ങളുണ്ടാക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ന്യായമായ വിശദീകരണങ്ങൾ കേൾക്കാനും പഠിക്കുന്ന പ്രായം. അപ്പോൾ ഇങ്ങനെ ഒരു മറുപടിയിലൂടെ അമ്മ എന്താണ് പഠിപ്പിക്കുന്നത്? നിന്റെ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ ഇവിടെ ഒരു സ്ഥാനവുമില്ല, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി എന്നല്ലേ? ഇത് കുട്ടിയുടെ വിമർശനാത്മകമായി ചിന്തിക്കാനുള്ള കഴിവിനെയാണ് ഇല്ലാതാക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതോറിറ്റേറിയൻ രക്ഷാകർതൃത്വം ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷകരമാണ്, അതിൽ തർക്കമില്ല. പക്ഷേ ചില നിർണായക സാഹചര്യങ്ങളിൽ ഒരു രക്ഷകർത്താവിന് വിശദീകരണങ്ങൾക്കതീതമായൊരു നിലപാടെടുക്കേണ്ടി വരുമോ? ഡെവലപ്മെന്റൽ സൈക്കോളജി അനുസരിച്ച് കൗമാരക്കാരുടെ തലച്ചോറിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, അതായത് യുക്തിപൂർവം തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഭാഗം പൂർണ്ണമായി വികസിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് റിസ്ക് ശരിയായി വിലയിരുത്താൻ കഴിഞ്ഞെന്നുവരില്ല. ഒരുപക്ഷേ ആ പാർട്ടിയിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ച് മകളെ വിഷമിപ്പിക്കാൻ അമ്മ ആഗ്രഹിച്ചു കാണില്ല. അല്ലെങ്കിൽ ആ വിശദീകരണം കൂടുതൽ വാഗ്വാദങ്ങൾക്ക് വഴിവെക്കുമെന്നവർ ഭയന്നിരിക്കാം. അമ്മയുടെ ഭാഗത്തു നിന്നുള്ള ആശയവിനിമയത്തിലെ ഒരു ബലഹീനതയായി ഇതിനെ കണ്ടുകൂടെ? അവർ തെരഞ്ഞെടുത്ത വഴി തെറ്റായിരുന്നു, പക്ഷെ ലക്ഷ്യം മകളുടെ സുരക്ഷ തന്നെ ആയിരുന്നു എന്ന് കരുതാമല്ലോ. പക്ഷേ ആ എളുപ്പവഴി ഏറ്റവും നുറുവേൽപ്പിക്കുന്ന ഒന്നായി മാറി എന്നതാണ് സത്യം. ഒരു കാരണം നൽകാതിരിക്കുന്നത് നിന്റെ അഭിപ്രായത്തിനൊരു വിലയുമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇനി ആ പെൺകുട്ടിയുടെ പ്രതികരണത്തിലേക്ക് വരാം. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു അത് വൈകാരികമായിരുന്നു, കുടുംബാഘോഷം നശിപ്പിച്ചു എന്നൊക്കെ. എന്നാൽ ആ പ്രതികരണം ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള ഒരു പ്രവൃത്തിയായിരുന്നില്ലേ? കൗമാരത്തിൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്ന് സ്വന്തമായി അതിരുകൾ നിശ്ചയിക്കാൻ പഠിക്കുക എന്നതാണോ? അതിരുകൾ നിശ്ചയിക്കുന്നത് വളരെ പ്രധാനമാണ്, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ അത് ചെയ്യുന്ന രീതിയിലും ഒരു പക്വത വേണ്ടേ? അവളുടെ പ്രതികരണം ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനു പകരം പുതിയൊരെണ്ണം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അവർക്ക് കടയിന്ന് ചിക്കൻ വാങ്ങാമല്ലോ എന്ന അവളുടെ നിർദ്ദേശം, അതുപോലും ഒരുതരം നിസ്സഹകരണവും നിന്ദയുമായി കുടുംബത്തിന് തോന്നിയിരിക്കാം. ഫാമിലി സിസ്റ്റംസ് തിയറി അനുസരിച്ച് ഒരു കുടുംബമെന്നത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു യൂണിറ്റാണ്. അതിലെ ഒരംഗത്തിന്റെ പ്രവൃത്തി മറ്റെല്ലാവരെയും ബാധിക്കും. ഇവിടെ അവളുടെ തീരുമാനം ഒരു കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷത്തെയാണ് ബാധിച്ചത്. അവളുടെ പ്രവൃത്തി സ്വാർത്ഥതയായി അവർ കണ്ടെങ്കിൽ അവരെ പൂർണ്ണമായും കുറ്റം പറയാൻ സാധിക്കുമോ? ഞാൻ വിയോജിക്കുന്നു. അവളുടെ പ്രതികരണത്തെ സ്വാർത്ഥത എന്ന് വിളിക്കുന്നത് ശരിയല്ല. അതൊരു അതിജീവന തന്ത്രമാണ്. തന്നെ വിലമതിക്കാത്ത, തന്റെ അധ്വാനത്തെ മാത്രം ആവശ്യമുള്ള ഒരിടത്തുനിന്ന് വൈകാരികമായി പിൻവാങ്ങുക എന്നത് മാനസികാരോഗ്യം സംരക്ഷിക്കാൻ അത്യാവശ്യമാണ്. അവൾ ഭക്ഷണമുണ്ടാക്കാൻ വിസമ്മതിക്കുക മാത്രമല്ല ചെയ്തത്, അവളൊരു ബദൽ മാർഗം കണ്ടെത്തി.
അവളെ സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന അച്ഛന്റെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതൊരു പ്രതികാരമല്ല, അതൊരു പോസിറ്റീവായ തെരഞ്ഞെടുപ്പാണ്. അവൾ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല, മറിച്ച് തനിക്ക് വൈകാരികമായ സുരക്ഷിതത്വം നൽകുന്ന ഒരിടം കണ്ടെത്തുകയാണ് ചെയ്തത്. ഇത് പക്വതയില്ലായ്മയല്ല, ഉയർന്ന വൈകാരിക ബുദ്ധിയുടെ ലക്ഷണമാണ്. പക്ഷേ ആ തിരഞ്ഞെടുപ്പ് കുടുംബബന്ധത്തിലൊരു വിള്ളലുണ്ടാക്കിയില്ലേ? ഒരു പക്ഷേ അവൾ കുറച്ചുകൂടി ശാന്തമായി അമ്മയോട് സംസാരിച്ചിരുന്നെങ്കിൽ, എന്നെ ഒഴിവാക്കിയത് എനിക്ക് ഒരുപാട് വിഷമമായി, അതിന്റെ കാരണം വ്യക്തമാക്കാതെ എനിക്കിപ്പോൾ ഭക്ഷണമുണ്ടാക്കാൻ ഒരു മാനസികാവസ്ഥയില്ല എന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഒത്തുതീർപ്പിന് സാധ്യതയുണ്ടാവായിരുന്നില്ലേ? പെട്ടെന്നുള്ള പ്രതികരണം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. ഒരു കുടുംബമെന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരില്ലേ? അതൊരു വിട്ടുവീഴ്ചയല്ല, അത് കീഴടങ്ങലാണ്. നിന്റെ അധ്വാനം ഞങ്ങൾക്ക് വേണം, പക്ഷേ നിന്നെ വേണ്ട എന്ന അപമാനകരമായ വ്യവസ്ഥയെ നിശബ്ദമായി അംഗീകരിക്കുന്നതിന് തുല്യമാണത്. അതവളുടെ ആത്മാഭിമാനത്തിന് ഏൽപ്പിക്കുന്ന മുറിവ് കൂടുതൽ ആഴത്തിലുള്ളതാക്കുമായിരുന്നു. ഒരു വ്യക്തിയെന്ന നിലയിൽ തന്നെ അംഗീകരിക്കാത്ത ഒരിടത്ത് ഒരു ഉപകരണം മാത്രമായി മാറാൻ അവൾ തയ്യാറായില്ല. അവളെടുത്ത നിലപാട് അവളുടെ അമ്മയ്ക്കും കുടുംബത്തിനും ഒരു സന്ദേശം നൽകി. എന്റെ കഴിവിനെ ബഹുമാനിക്കാതെ നിങ്ങൾക്കെന്റെ സ്നേഹം ലഭിക്കില്ല. ഭാവിയിൽ അവളെ ആരും നിസ്സാരമായി കാണാതിരിക്കാൻ ഒരുപക്ഷെ ഈ സംഭവം സഹായിച്ചേക്കാം. ഭാവിയിൽ അത് ഗുണം ചെയ്തേക്കാം, സമ്മതിച്ചു. പക്ഷേ ആ ക്രിസ്മസ് രാത്രിയുടെ കാര്യമോ? ഒരു 15-കാരിയുടെ തീരുമാനത്തിന് അത്ര വലിയ പ്രത്യാഘാതമുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ആ തീരുമാനമെടുക്കുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കേണ്ടതല്ലേ? നിങ്ങൾ പറയുന്നത് പോലെ അമ്മയുടെ രീതി തെറ്റായിരുന്നു. പക്ഷേ ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് നേരിടുന്നത് ശരിയാണോ? അവളുടെ പ്രതികരണം മൂലം ആ കുടുംബത്തിൽ ഒരു സംഭാഷണത്തിനുള്ള സാധ്യത പോലുമില്ലാതായി. എല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇതിനെ ഒരു അധികാരതർക്കമായി കാണുന്നതിനു പകരം ഒരു ആശയവിനിമയ ദുരന്തമായി കാണുന്നതാണ് കൂടുതൽ ശരിയെന്ന് ഞാനിപ്പോഴും കരുതുന്നു. ഈ ചർച്ചയിൽ നിന്ന് വ്യക്തമാകുന്നത് കുടുംബ ബന്ധങ്ങളിൽ സ്നേഹത്തിനും കടമകൾക്കുമൊപ്പം പരസ്പര ബഹുമാനത്തിനും വലിയ സ്ഥാനമുണ്ടെന്നാണ്. ഒരാളുടെ കഴിവിനെ അംഗീകരിക്കാതെ അവരുടെ സേവനം മാത്രം ആവശ്യപ്പെടുമ്പോൾ അത് വൈകാരികമായ അധ്വാനത്തിന്റെ ചൂഷണമായി മാറുന്നു. ആ 15-കാരിയുടെ അനുഭവം അതാണ് വരച്ചുകാട്ടുന്നത്. എന്റെ കാഴ്ചപ്പാടിൽ അവളുടെ പ്രതികരണം ആത്യന്തികമായി അവളുടെ വ്യക്തിത്വത്തെയും ആത്മാഭിമാനത്തെയും ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു. അതൊരു പാഠമായിരുന്നു, അവൾക്ക് മാത്രമല്ല, അവളുടെ കുടുംബത്തിന് മുഴുവനും. അതേസമയം രക്ഷാകർതൃപരമായ തീരുമാനങ്ങളുടെ സങ്കീർണതകളും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൗമാരക്കാരായ മക്കളെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ തെറ്റായ വഴികൾ തിരഞ്ഞെടുക്കേണ്ടി വന്നേക്കാം. ഉദ്ദേശശുദ്ധി എത്ര നല്ലതാണെങ്കിൽ പോലും ആശയവിനിമയത്തിലുണ്ടാവുന്ന ചെറിയ പാളിച്ചകൾ പോലും കുടുംബത്തിനുള്ളിൽ വലിയ ഭിന്നതകൾക്ക് കാരണമായേക്കാം. പെൺകുട്ടിയുടെ വേദനയും അമ്മയുടെ ആശങ്കയും ഒരുപോലെ യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ യാഥാർത്ഥ്യങ്ങൾ പരസ്പരം സംസാരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. അതായിരുന്നു യഥാർത്ഥ ദുരന്തം. തീർച്ചയായും അമ്മയുടെ തീരുമാനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ബന്ധങ്ങളുടെ യഥാർത്ഥ ആഴത്തെക്കുറിച്ചോ നമുക്ക് ഒരു പൂർണ്ണമായ ചിത്രം കിട്ടില്ല. ഇത് കേവലമൊരു സംഭവമല്ല, മറിച്ച് ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ നടക്കുന്ന സങ്കീർണമായ കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു നേർക്കാഴ്ചയാണ്. അതുതന്നെ. അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിൽ കൂടുതൽ ആഴത്തിലുള്ള ചിന്തകൾക്കും ചർച്ചകൾക്കും ഇനിയും സാധ്യതയുണ്ടെന്ന് വ്യക്തമാണ്. ഒരു ലളിതമായ ശരിയും തെറ്റുമല്ല, മറിച്ച് കൗമാരത്തിലെ വ്യക്തിത്വരൂപീകരണവും രക്ഷാകർതൃത്വത്തിന്റെ വെല്ലുവിളികളും കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കീർണമായ അവസ്ഥയാണിത്.